ഹലോ നമസ്കാരം, രഞ്ജിത്ത്. എ ഐനെ കുറിച്ച് നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തുക, പ്രത്യേകിച്ചും റീറ്റെയിലിങ്ങിൽ എ ഐ വരുത്താൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 4 മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യം ഡെഫിനറ്റ്ലി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസിൽ തന്നെയാണ്. പലപ്പോഴും ഇപ്പോൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നുമൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മളെ കാണിച്ചു തരുന്ന കുറച്ച് ഒബ്ജക്ട്സും ഐറ്റംസും ഒക്കെ ഉണ്ട്. നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മളുടെ പർച്ചേസ് ഡാറ്റയും ഹിസ്റ്ററിയും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള നിറങ്ങളും ഒബ്ജക്റ്റുകളും സാധനങ്ങളും കാറ്റഗറികളും ഒക്കെയാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ AI ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളത് സാരം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെല്ലാം ഓൾറെഡി AI ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. നമ്മളുടെ പ്രിഫറൻസുകളെ അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നമ്മളെക്കാളധികം ഗൂഗിളും ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ നമുക്ക് ഇപ്പോൾ പ്രൊഡക്റ്റുകളും സർവീസുകളും ഒക്കെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് ഫിസിക്കലായിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകളിലും ആക്ച്വലി ഇത് പോസിബിളാണ്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അവർ പർച്ചേസ് ചെയ്യുന്ന പാറ്റേണുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായി സാധനങ്ങൾ സജസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മളുടെ എൻറ്റയർ ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നതിനും AI ഡാറ്റ അനാലിസിസ് ഒക്കെ കൃത്യമായി നമ്മളെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല, എത്ര ക്വാണ്ടിറ്റിയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എത്രയാണ് സ്റ്റോക്ക് വെക്കേണ്ടത്, ഏതൊക്കെ വെറൈറ്റീസും വേരിയൻസും SKUസുമാണ് കൂടുതൽ പ്രദർശിപ്പിക്കേണ്ടത്, ഇതെല്ലാം തന്നെ AI ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ പോയിന്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിലാണ്. ഇൻവെൻട്രി ഡിസ്പ്ലേ ചെയ്ത ആ റാക്കിൽ നിന്ന് കൃത്യമായി ഇൻവെൻട്രി സെൻസറുകൾ ഉപയോഗിച്ച് സെൻസർ ഉള്ള റോബോട്ടുകൾ ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലി കണക്കെടുക്കുന്നത്. ഇപ്പോൾ ഫിസിക്കൽ സ്റ്റോക്ക് എടുക്കാനായിട്ട് നമ്മൾ നേരെ പോയി എണ്ണേണ്ട കാര്യമില്ല. റോബോട്ടുകൾ വെച്ച് അത് എടുക്കാം, ലൈവായിട്ട് സ്റ്റോക്ക് അനലൈസ് ചെയ്യാം. ഒപ്പം തന്നെ റീ ഓർഡർ ലെവലുകൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യുകയും റീ ഓർഡർ ചെയ്യുകയും ആവാം. എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ആളുകൾ ഇടപെടാതെ തന്നെ കൃത്യമായി AI അത് മനസ്സിലാക്കിക്കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓർഡർ പോകുന്ന അവസ്ഥയിലേക്ക് വരെ നമുക്ക് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനെ കൊണ്ടുവരാം. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തലവേദനയായ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് AI ഉപയോഗിച്ച് നിസാരവൽക്കരിക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തത് ചാറ്റ് ബോട്ടുകളും വിർച്വൽ അസിസ്റ്റൻറ്റുകളുമാണ്. പലപ്പോഴും കസ്റ്റമർ കെയറിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്ന ഒരു വലിയ സംഘത്തിനെ വെച്ച് ഓപ്പറേറ്റ് ചെയ്തിരുന്ന പല കമ്പനികളും ഇന്ന് മൊത്തം ആളുകളെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം വളരെ ഭംഗിയായി കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ അതേപടി കൃത്യമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഉത്തരങ്ങൾ കൊടുക്കാനും സഹായിക്കാനും കഴിയുന്ന തരത്തിൽ ചാറ്റ് ബോട്ടുകളും വിർച്വൽ അസിസ്റ്റൻറ്റുകളും രൂപപ്പെട്ടു കഴിഞ്ഞു. കൃത്യമായ മെഷീൻ ലേണിങ്ങിലൂടെ, കൃത്യമായിട്ടുള്ള അൽഗോരിതങ്ങളിലൂടെ കൃത്യമായ ഉത്തരങ്ങൾ നൽകാനും കൃത്യമായി ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഫണലുകൾ ക്രിയേറ്റ് ചെയ്ത് സെയിൽസ് സൃഷ്ടിക്കുന്നതിനും ഇന്ന് ചാറ്റ് ബോട്ടുകൾക്കും വിർച്വൽ അസിസ്റ്റൻറ്റുകൾക്കും കഴിവുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിലോ നിങ്ങളുടെ കൊമേഴ്സ് പോർട്ടലിലോ ഒക്കെ ഇത്തരത്തിലുള്ള ചാറ്റ് ബോട്ടുകളും വിർച്വൽ അസിസ്റ്റൻറ്റുകളും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും വലിയ മാറ്റം വലിയ ഹൈപ്പർ മാർക്കറ്റുകൾ, കാരിഫോർ പോലുള്ള, ലുലു പോലുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടാവുന്നത്, അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം തെഫ്റ്റ്, ഫ്രോഡ് പോലുള്ള കാര്യങ്ങളാണ്. തെഫ്റ്റ്, ഫ്രോഡ് എന്നിവ നിയന്ത്രിക്കുന്നതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള മാർഗ്ഗങ്ങളിലൊന്നാണ് AI. കാരണം ഫ്രോഡുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും പഴയ പാറ്റേണിൽ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനുമൊക്കെ AIക്ക് വലിയ സാധ്യതകളുണ്ട്. അതിന് വിഷ്വലായിട്ടുള്ള മെക്കാനിസംസും സെൻസറി മെക്കാനിസംസും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഡാറ്റയെ കംപ്ലീറ്റായി കളക്ട് ചെയ്തുകൊണ്ട് ആ ഡാറ്റ അനലൈസ് ചെയ്ത് അത് കൃത്യമായ പാറ്റേണിൽ തന്നെയാണോ പോകുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്ന സംവിധാനങ്ങൾ വരെ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആൻറ്റി തെഫ്റ്റ് കോൺസെപ്റ്റുകൾ വളരെ വലിയ പ്രചാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. AI ഉപയോഗിച്ചുകൊണ്ട് തെഫ്റ്റും വേണമെങ്കിൽ പൂർണ്ണമായി നിങ്ങൾക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ 4 കാര്യങ്ങളും റീറ്റെയിൽ മേഖലയിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. കുറച്ചുകൂടി അഫോർഡബിൾ ആയാൽ ഏറ്റവും ചെറിയ ഷോപ്പുകളിലേക്ക് വരെ AI കടന്നു വരികയും നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.